നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ യൂറോപ്പിൽ പുരോഗമിക്കുന്നു. സ്പെയിൻ ഇതുവരെ കളിച്ച 3 കളിയും വിജയിച്ചിട്ടുണ്ട്. 4ാമത്തെ കളി നാളെ ബൾഗേറിയക്കെതിരെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 12:15 സ്പെയിൻ ബൾഗേറിയയുമായിട്ട് കളിക്കുകയാണ്. ആ കളിക്ക് മുന്നോടിയായിട്ട് ഇതാ അവർക്ക് വീണ്ടും ഒരു തിരിച്ചടി, അതായത് അവരുടെ സൂപ്പർ താരങ്ങളിൽ ഒരാൾ കൂടി പുറത്താവുന്നു. ബാഴ്സയുടെ സൂപ്പർ താരം ഫെറാൻ ടോറസിനാണ് ഇപ്പോൾ പരിക്ക് പറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന കാര്യം ഒഫീഷ്യലായിട്ട് ഇപ്പോൾ സ്പാനിഷ് ഫുട്ബോൾ അധികൃതർ അറിയിച്ചു കഴിഞ്ഞു. സ്പാനിഷ് ദേശീയ ടീമിൻ്റെ ഡോക്ടേഴ്സ് ഫെറാൻ ടോറസിൻ്റെ കാര്യത്തിൽ ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത് മസ്കുലർ ഓവർലോഡ് ഇഞ്ചുറിയാണ്. ബാഴ്സലോണയുടെ മെഡിക്കൽ സ്റ്റാഫിനെ ഇക്കാര്യം അവർ അറിയിച്ചിട്ടുണ്ട്. വിശദമായ വിവരങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഈ വിവരം ഇപ്പോൾ മാർക്ക അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒഫീഷ്യലായിട്ട് സ്റ്റേറ്റ്മെൻറ്റൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. അതിൽ കൃത്യമായിട്ട് പറയുന്നത് FC ബാഴ്സലോണയുടെ താരത്തിന് പരിക്ക് പറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് മസിൽ ഓവർലോഡുണ്ട്. അതുകൊണ്ട് തന്നെ റോയൽ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ മെഡിക്കൽ സർവീസസ് ഫർദർ ടെസ്റ്റിംഗ് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കുന്നു. അടുത്ത ഒരു മത്സരം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല. അപ്പോൾ താരങ്ങളുടെ പരിക്ക് അത് പ്രിവെൻറ്റ് ചെയ്യുക, പരിക്കിൽ നിന്ന് അവർ പ്രിവെൻറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ അദ്ദേഹത്തെ ഇൻ്റർനാഷണൽ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. പോളിസി വളരെ വ്യക്തമാണ്. റിസ്ക് എടുക്കാതിരിക്കുക, പ്ലെയേഴ്സിൻ്റെ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുക എന്നുകൂടി ഇപ്പോൾ ഫെഡറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഏതായാലും ബാഴ്സലോണയുടെ താരം പുറത്തേക്ക് പോകുമ്പോൾ ഈ കോളപ്പിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുന്ന 3ാമത്തെ താരമാണ് ലൂയിസ് ഡീലാ ഫ്യൂൻ്റെക്കിത്. ആദ്യം ലമീൻ യമാലിനെ സ്ക്വാഡിലേക്ക് വിളിച്ചിരുന്നു. പക്ഷേ തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്യൂബിക് ഏരിയയിൽ പരിക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കേണ്ടി വന്നു. പിന്നെ ഹ്യൂയിസിനെ പരിക്ക് കാരണം സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു. അദ്ദേഹം റയൽ മാഡ്രിഡിൻ്റെ താരമാണ്. ഇപ്പോഴിതാ ഫെറാനെ കൂടി ഒഴിവാക്കേണ്ടി വരുന്നു. ബാഴ്സ താരം ഫെറാനെ കൂടി ഒഴിവാക്കേണ്ടി വരുന്നു. മറ്റൊരു താരത്തെ പകരം സ്ക്വാഡിലേക്ക് എടുക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.